ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗും റൈറ്റ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മസായിമാരിൽ നിന്നും ഞാൻ ഒപ്പിയെടുത്ത മറ്റൊരു വീഡിയോയാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു അടിപൊളി വീഡിയോ ആണ്. കാരണം നമ്മൾ സിംഹം ഹണ്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ നമുക്ക് കിട്ടണം എന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടുന്ന് മസായിമാരിക്ക് പോകുന്നത്. അപ്പം അത് കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ സിംഹം സാധാരണ രാവിലെയും വൈകിട്ടുമാണ് കൂടുതലും വേട്ടയാടാറുള്ളത്. അപ്പം നമ്മൾ അതിരാവിലെ തന്നെ ഗൈഡിൻ്റെ കൂടെ ഞാനും സുധീർ ഭായും നമ്മുടെ IB ഭായും കൂടി യാത്ര പുറപ്പെട്ട് അങ്ങനെ ഒരു 4 മണി വെളുപ്പിന് 4 മണിക്ക് പുറപ്പെട്ട് നമ്മളിങ്ങനെ ചെന്ന് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നു നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു പുൽമേട്ടിൽ ഒരു പോത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടു ഞങ്ങൾ വീണ്ടും വണ്ടി മുന്നോട്ട് ഇങ്ങനെ കുറച്ച് പോയപ്പോൾ ഒരു ചെറിയ മൊട്ടക്കുന്ന് പോലുള്ള ഒരു കുഞ്ഞൊരു മുനമ്പ് പോലെ അവിടെ ഒരു സിംഹത്തിനെ മാത്രം കണ്ടു. അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഈ സിംഹവും ഈ പോത്തും തമ്മിൽ കാണുന്നില്ല. അത്രയും അകലത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ പോത്ത് എഴുന്നേറ്റ് നിന്നാൽ സിംഹം കാണും. അപ്പം ഞങ്ങൾ ഒരു ഐഡിയ പ്ലാൻ ചെയ്തു. എപ്പോഴേലും എഴുന്നേക്കുമായിരിക്കുമല്ലോ എന്ന് കരുതി ഞങ്ങൾ വണ്ടി കുറച്ചപ്പുറം മാറ്റിയിട്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്നതിന് ഫലമായിട്ട് എന്തായാലും ഈ ഒരു സിംഹമല്ല കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം മറ്റ് 4 സിംഹവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിംഹം ഒരു അമ്മ സിംഹവും ഒരു ഫീമെയിലും പിന്നെ 4 അതിൻ്റെ കുഞ്ഞുങ്ങളുമാണുള്ളത്. ആ കുഞ്ഞുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഹം ഏകദേശം 2 വർഷം കൊണ്ട് അമ്മയുടെ ഒപ്പം വലിപ്പം വയ്ക്കും. അതുകൊണ്ട് കാഴ്ചയിൽ നമുക്കത് കുഞ്ഞുങ്ങളാണെന്ന് തോന്നില്ല. പക്ഷേ എങ്കിലും വേട്ടയാടാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരുന്നത്. അങ്ങനെ ആ സിംഹം ആ കുഞ്ഞുങ്ങളെയും കൂട്ടി ഈ പോത്തിനെ പിടിക്കാനുള്ള ശ്രമം, പോത്തിനെ അവർ സ്കെച്ച് ചെയ്തു, പോത്തിനെ കണ്ടു, അതിനുശേഷം അങ്ങോട്ട് പയ്യെ ചെല്ലുന്നു. അങ്ങനെ പോത്തിൻ്റെ അടുത്തെത്തി. പോത്ത് എഴുന്നേറ്റ് ഓടി. അമ്മ തന്നെയാണ് ആദ്യം പോത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവരെന്തായാലും ഇതിനെ ഹണ്ട് ചെയ്യും എന്ന്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ സിംഹം ഈ പോത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പോത്ത് എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു വലിയ സൈസുള്ളൊരു പോത്തായിരുന്നു. ഏകദേശം 300-400 കിലോ വലിപ്പമുള്ള വലിയ പോത്തായിരുന്നു. അപ്പോൾ ആ പോത്തിനെ വേട്ടയാടുക എന്ന് പറയുന്നത് ഈ അമ്മേനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻറ്റ് കുറവായിരുന്നു. അതേസമയം അമ്മയുടെ ഒപ്പം മറ്റ് ഫീമെയിൽ ലയൺസ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിനെ പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഒറ്റയ്ക്കായതുകൊണ്ട് പുള്ളിക്കാരി അവിടെ വെച്ചിട്ട് ആ ഉദ്യമം പയ്യെ ഉപേക്ഷിച്ച് പരാജയം സമ്മതിക്കുന്ന ഒരു രംഗമാണിത് കാണുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾ എന്തായാലും ഈ അമ്മ പിടിച്ചതിന് ശേഷം മാത്രമേ ചെല്ലുള്ളൂ. അപ്പം അത് കോൺഫിഡൻറ്റ് അമ്മയ്ക്ക് കുറവായിപ്പോയി. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഹണ്ട് നടക്കാതെ പോയത്. നമ്മളും ഒരുപാട് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇരുന്നത്, ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇവർ പിടിക്കുമെന്ന്. പക്ഷേ ഇവരുടെയൊക്കെ ആ ഒരു നിയമങ്ങളും കാര്യങ്ങളും ഇതുങ്ങൾക്കും എല്ലാ ചിട്ടകളും നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷേ ഈ സൈസ് കൂടുതലായി പോയതുകൊണ്ട് അമ്മ ഒരു പരാജയം ഏറ്റുവാങ്ങാൻ നിൽക്കാതെ എന്തായാലും ആ ഹണ്ട് ചെയ്തില്ല. അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം മാക്സിമം നോക്കി എന്തെങ്കിലും രീതിയിൽ പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇല്ല. സിംഹത്തിൻ്റെ വഴിക്കും ലാസ്റ്റ് നമ്മുടെ പോത്തിൻ്റെ വഴിക്കും പയ്യെ പിരിഞ്ഞു പോകുന്ന ആ ഒരു ഇതാണ് കണ്ടത്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ തന്നിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നത്. എന്തായാലും ഈ അടുത്ത് മറ്റ് പോത്തുകളോ ഒന്നുമില്ലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ഈ പോത്ത്. വേണമെങ്കിൽ ഒരു വലിയ പ്രൈഡായിരുന്നുവെങ്കിൽ, വലിയൊരു കൂട്ടമായിരുന്നെങ്കിൽ, ശരിക്കും അഡൽട്ടായിരുന്നു സിംഹമെങ്കിൽ, ആ കുഞ്ഞുങ്ങൾക്ക് പകരം മറ്റു വലിയ സിംഹങ്ങളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആ ഹണ്ട് നടന്നിരുന്നതിനെ നമ്മുടെ ആഗ്രഹം ശരിക്കും പൂവണിഞ്ഞേനെ. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയെങ്കിലും അവിടെ അത് കാണാൻ പറ്റി. അല്ലാതെയുള്ള ഹണ്ട് ചെയ്തിട്ട് പിന്നെ ഭക്ഷിക്കുന്ന ഫോട്ടോ എല്ലാം നമുക്ക് ഒത്തിരി വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ഒരു അടിപൊളി സംഭവമായിരുന്നു, ഇത് കാണാൻ പറ്റി. അപ്പം മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.